ഇപ്പൊ കേരളത്തില് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ വനിതകളൊക്കെ വരുന്നുണ്ടോ ഈ രംഗത്തേക്ക്? വരുന്നുണ്ട്. താങ്കൾ ഈ കുറെ കാലം കളരി അഭ്യസിച്ചോ? ഇല്ല, കുറച്ച് നാള്. കളരി കൊണ്ട് ഇത് നേരിടാൻ പറ്റുമോ? കളരി കൊണ്ട് നേരിടാൻ നമ്മുടെ മനസ്സ് ഓക്കെ ആണോ, മൈൻഡ് ഓക്കെ ആണോ, നമുക്ക് എന്തും ചെയ്യാം. അതാണ് എനിക്ക് ഈ ഡ്യൂപ്പ് ചെയ്യാൻ പോയാല് ഞാൻ പഠിച്ചത്. എൻ്റെ ലൈഫിലും എനിക്കത് ഒരുപാട് ഉപകാരപ്പെട്ടു. ഓക്കെ, ഈ നമ്മൾ ഈ പരിക്കൊക്കെ പറ്റി കഴിഞ്ഞപ്പോഴേ നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി ചികിത്സയൊക്കെ നോക്കി, പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് തടിക്ക് കേടില്ലെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കൊരു ധൈര്യം വന്നോ, അതോ ഇതോടെ ഈ പണി നിർത്താം? ധൈര്യം വന്നു, പ്രഖ്യാപിച്ചു ഇതാ വനിതാ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഓക്കെ, ധൈര്യമായി. ഇനി പിന്നിലോട്ട് പോകേണ്ട ആവശ്യം തോന്നിയില്ല. ഓക്കെ, അപ്പൊ ആളുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചോ, അതോ കൊച്ചെ വേറെ വല്ല പണിയും നോക്കിക്കൂടെ ജീവിക്കാൻ എന്ന് ചോദിച്ചു ആരെങ്കിലും? ചോദിച്ചു. അതാരാ ചോദിച്ചു? ലൊക്കേഷനിലുള്ളവര് തന്നെ അത് കണ്ടിട്ട് ചോദിച്ചു, മോളെ ഇത് വേണോ, അഭിനയിക്കാൻ എന്തെങ്കിലും ചാൻസ് കിട്ടിയ പോയിക്കൂടെ? ഞാൻ പറഞ്ഞു ചാൻസ് കിട്ടുമ്പോ പോവും. അല്ല, താങ്കൾ ഒരു താരമായിട്ട് സ്ക്രീനിൽ വിലസാൻ വേണ്ടി പോയ ആളാണ്. അപ്പം ഇതിനകത്താണെങ്കിൽ ഒരിക്കലും മുഖം വരത്തില്ല. അഥവാ മുഖം വന്നാൽ ക്ലോസിൽ താരത്തിന്റെ ക്ലോസേ വരാറുള്ളൂ, സാധ്യതയുള്ളൂ. കാര്യം നമ്മൾ പ്രൊജക്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ, കാശ് കിട്ടുന്നല്ലാതെ. അതിലെനിക്ക് വിഷമല്ല. ഇല്ല, ഇത് നമ്മുടെ ജോലിയുടെ സ്വഭാവമാണ്. ഒരു ജോബായിട്ട് ഞാൻ കണ്ടിരുന്നത്. ഈ അടുത്ത് ഏറ്റവും പിന്നെ റിസ്ക് എടുത്ത് ചെയ്ത സിനിമ ഏതായിരുന്നു? ഒടിയനില് ചെയ്തപ്പോ ഇത് റിസ്ക് ആയിരുന്നു. അതെന്തായിരുന്നു ചെയ്ത്? ശ്രീജയ മാഡം ഗംഗാ നദിയില് വീഴുമ്പോ ലാൽ സാറ് പൊക്കിയെടുക്കുന്ന ഒരു സീനുണ്ട്. പൂളിലാണ് ചെയ്തത്. പക്ഷെ 3 ക്യാമറ വെച്ചിട്ട് ചെയ്തുകൊണ്ട് വെള്ളത്തിന്റെ അടിയിലും ക്യാമറയൊക്കെയാ. അപ്പൊ അത് ബോട്ട് വലിച്ചോണ്ട് പോകുമ്പോ നമുക്ക് ബ്രീത്ത് കിട്ടില്ല. അത് കുറച്ച് 2 ഫോള് തിരിഞ്ഞു കഴിയുമ്പോ ബ്രീത്ത് എടുക്കാൻ വേണ്ടി ഞാൻ മേളിലോട്ട് പൊന്തി വരും. പൊന്തി വന്ന് താഴേക്ക് വരുമ്പോഴേക്കും ഒരു ക്യാമറ കട്ടായി ഉണ്ടാവും. വീണ്ടും ഒന്നേന്ന് ചെയ്യും. അങ്ങനെ അത് കുറേ ടേക്ക് എടുത്തു. പിന്നെ പീറ്റർ ഹെയ്ൻ സാറായിരുന്നു മാസ്റ്റർ. പിന്നെ അവരുടെ മാസ്റ്റർ ആണല്ലോ. അപ്പൊ അത് പറഞ്ഞു. അപ്പൊ അത് എന്നെ കുറെ റിസ്ക് എടുത്തു ചെയ്തപ്പോ. ഞാൻ വിചാരിച്ചു എന്റെ ശ്വാസം കിട്ടാതെ ഞാൻ എന്തെങ്കിലും ആയി പോവൂ. ശരിക്കും ഞാൻ പേടിച്ചു. വലിയ പൂളാണ് എന്ന് വെച്ചാൽ അത് ബോട്ടിൽ വലിക്കുമ്പോ സ്പീഡ് കൂടുതലല്ലേ. അപ്പൊ നമുക്ക് ഈ സാരി ചുറ്റിയിട്ടാണ് വലിക്കുന്നത്. അപ്പൊ ആ ഉരുളിച്ച നമുക്ക് നിയന്ത്രിക്കുമ്പോൾ അതിനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. ഇത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ആവുമ്പോ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാ. പടങ്ങൾ ഒരുപാട് ചെയ്തു അല്ലേ? ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് തമ്മനയ്ക്ക് ഡ്യൂപ്പ് ചെയ്തു. ബാന്ദ്ര. അതിലെന്തായിരുന്നു സാഹസികമായിരുന്നു? അതും അതില് 8ാമത്തെ നിലയിന്ന് താഴേക്ക് ചാടിയോ? ഒറിജിനലി ചാടിയോ? റോപ്പില് ചാടി. റോപ്പുണ്ടെന്നുള്ള ഒറ്റ ആത്മവിശ്വാസം നമ്മൾ ചാടിയതല്ലേ? റോപ്പുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി മാസ്റ്റർ ഇപ്പൊ എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്യും. അതെനിക്ക് അറിയില്ല. അത് ഓൾറെഡി ഫീഡ് ചെയ്തു. ഫസ്റ്റിലെ ഒരു ഫീഡ് ചെയ്ത് ചാടും. മാസ്റ്റർ പറയണ സുമാ ഓക്കെ അല്ലേ, ചെയ്യല്ലേ, ഒന്നും പറ്റില്ല, റെഡി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ആ കൈ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിയില്ല ഞാനത് ചെയ്യുന്നതില് എനിക്കറിയില്ല അത് പറയാൻ. അത്രയും ഒരു സ്പിരിറ്റാ. പ്രൊട്ടക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാസ്റ്റർ കൂടെ. മാഫിയ ശശിയോട് ചോദിച്ചിട്ടുണ്ടോ അങ്ങേക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഞാൻ ചാടും. പിന്നെ 8ാം നിലയിൽ നിന്ന് ഇപ്പം റോപ്പിലാണ് നമ്മൾ താഴോട്ട് ചാടുന്നതെങ്കിൽ പോലും എന്തും അത്യാഹിതം സംഭവിക്കാമല്ലോ എപ്പോ ആണെങ്കിലും. അപ്പൊ ഈ നമുക്ക് ഇല്ലാത്ത ടെൻഷൻ കണ്ടു നിൽക്കുന്ന ആളായിരിക്കും. അപ്പൊ മാസ്റ്ററോട് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ടെൻഷൻ ഉണ്ടോ? ചോദിച്ചിട്ടില്ല ഞാൻ. ഇല്ല. പക്ഷെ ഡയറക്ടേഴ്സ് ചോദിക്കും ആ കുട്ടി ചെയ്യോ. എന്നെ കാണുമ്പോ സൈലന്റ് ആണ്. അവിടെ ലൊക്കേഷനിൽ പോയി ഞാൻ ആരടുത്തും സംസാരിക്കില്ല. എവിടെയെങ്കിലും ഒരു സൈഡിൽ പോയിരിക്കും. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും. അപ്പൊ ഡയറക്ടർ ഫസ്റ്റ് വന്ന വഴിക്ക് ഡയറക്ടറെ കാണാൻ പറയും. വന്ന് കണ്ടു കഴിയുമ്പോ ഡയറക്ടർ ചോദിക്കും ചെയ്യൂ, ഇങ്ങനെ ചോദിക്കും, ചെയ്യൂ. അതായത് റെഡി സാർ, ഞാൻ ചെയ്യും. അപ്പോഴും അവർക്കൊരു വിഷയം. അപ്പൊ മാസ്റ്റർ പറയും ഈ കാണുന്ന ആളല്ല, പേടിക്കണ്ടെന്ന് ചെയ്യും. അപ്പൊ 8ാം നിലയുടെ മേളിൽ നിന്ന് ചാടാൻ റെഡിയായി നിൽക്കും. റോപ്പിലൊക്കെ കുരുക്കി നിൽക്കുകയാണ്. അല്ല, അത് താഴേന്ന് മേളിലോട്ട് വലിച്ചു കയറ്റുക ചെയ്ത. താഴേന്ന് അപ്പൊ വലിച്ചിങ്ങനെ കേറ്റുമ്പോ ഞാനിങ്ങനെ താഴേക്ക് 2 നില വരെ ഞാൻ താഴേക്ക് നോക്കിയപ്പോ കുഴപ്പമില്ല. പിന്നെ കേറും തോറും എനിക്ക് ടെൻഷൻ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബാക്കിലോട്ട് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ ഓരോ ബാൽക്കണി കാണുമ്പോ 1 എന്ന് മനസ്സിൽ ഞാൻ എണ്ണി. അപ്പൊ ഓരോ ടോപ്പിലെത്തി കഴിയുമ്പോഴും ഞാൻ 1ലാണ് മനസ്സുകൊണ്ട്. പിന്നെ താഴേക്ക് നോക്കാം. അല്ലെ 8ാം നിലയിൽ നിന്ന് ചാടുന്നതായിട്ട് കഥയിൽ എഴുതി വെച്ചാലും 8 നിലയ്ക്ക് തന്നെ ചാടി അല്ലേ? അങ്ങനെ തന്നെയാണ് കാണിച്ചാല്. അപ്പൊ ഇങ്ങനെ സാഹസികമായ രംഗങ്ങൾ ജീവൻ പണയം വെച്ച് 12 കൊല്ലം സിനിമയിലുണ്ടായിരുന്നു. ഇതിനിടയിൽ എവിടെയെങ്കിലും വെച്ച് വഴിതെറ്റിയെങ്കിലും അഭിനയിക്കാൻ പറ്റിയോ? അഭിനയിച്ചു അല്ലേ? എത്ര സിനിമയിൽ അഭിനയിച്ചു? 10 സിനിമയോളം ഞാൻ ചെയ്തു അല്ലേ? ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ ഏതായിരുന്നു?
ദി പ്രീസ്റ്റ്, മമ്മൂക്കയുടെ പടം. അതിനകത്ത് എന്തായിട്ട് അഭിനയിച്ചു? അമ്മയ്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മയായിട്ട്, ആ നാടോടി സ്ത്രീയുടെ ക്യാരക്ടർ ഞാൻ ചെയ്ത ഡെലിവറി. അപ്പൊ അതായിരുന്നോ ഫസ്റ്റ് ഫിലിം? അല്ല, അത് നല്ലൊരു ക്യാരക്ടർ. കാവലില് ഞാന് സുരേഷ് ഗോപി സാറിന്റെ കൂടെ ചെയ്തു. അത് ചെയ്യാൻ വേണ്ടി പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിന്നപ്പോ സാറും രഞ്ജി പണിക്ക് സാറ് വന്നിട്ട് ചോദിക്കും, ഇത് ഒറിജിനൽ നെക്സൽ ആണോ ചോദിച്ചു എന്നെ കണ്ടിട്ട്. അപ്പൊ പറഞ്ഞു അതൊരു പാന്റും ഷർട്ടും ഗണ്ണൊക്കെ വെച്ചിട്ട് വരുന്ന. അപ്പൊ അവര് പറഞ്ഞു ഒറിജിനൽ ആണോ എന്ന് മാസ്റ്ററോട് ചോദിച്ചു. പറഞ്ഞു അല്ല, ഒറിജിനൽ അല്ല, ഫൈറ്റർ ആണെന്ന്. കാണുമ്പോ ഒറിജിനൽ പോലെ ഇരിക്കുന്നു. ജിത്തു പീരപ്പൻകോട് കൺട്രോളർ പുള്ളിയാണ് എന്നെ വിളിച്ചത്. ആൾക്ക് എന്റെ നമ്പർ കിട്ടിയത് എനിക്കറിയില്ല. ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു പ്രൊജക്ട് ഉണ്ട്, ചെറിയ പടാണ്, ഇപ്പൊ ഡയറക്ടർ വിളിക്കും, സബ്ജക്റ്റ് കേട്ടിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ. എന്നപ്പോ ഞാൻ ആളെടുത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് പടമൊന്നും ചെയ്തിട്ടില്ല, ചെറിയ ക്യാരക്ടറുകളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇല്ല കുഴപ്പമില്ല, സംസാരിച്ച് നോക്കിയിട്ട് തീരുമാനിക്കാമെന്ന്. ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? ഷീല. ഷീല. അപ്പോ എനിക്കൊന്നും അതിനെ തോണി തുഴയുന്ന രംഗമൊക്കെ ഉണ്ടായിരുന്നു. താങ്കൾ തോണിയൊക്കെ തുഴഞ്ഞ പരിചയമുള്ള ആളാണോ? ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം തുഴയുന്നത് അവിടെ. എന്നിട്ട് ഓക്കെ ആയിരുന്നോ? ഓക്കെ ആയിരുന്നു. എല്ലാവരും ചോദിച്ചു മുൻപ് തുഴഞ്ഞിട്ടുണ്ടോന്ന്. പക്ഷെ ഞാൻ എനിക്കൊന്ന് താങ്കൾ ഇതിനായിട്ട് പിറവിയെടുത്ത ആളാണെന്ന് തോന്നുന്നു. ഇതൊന്നും താങ്കൾ ചെയ്ത് പരിശീലനം ഇല്ല, പക്ഷേ ഇതെല്ലാം ചെയ്യുന്നു. ചിലപ്പോ അവതാര ലക്ഷ്യം അങ്ങനെ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ തീരുമാനം? ഇപ്പൊ എനിക്കൊന്ന് മാസ്റ്ററുടെ അസിസ്റ്റന്റ് ആണ് അല്ലെ മാവിയ ചേച്ചിയുടെ. ഇപ്പൊ കൂടുതൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്പ് വിടുവോ? ഡ്യൂപ്പ് ചെയ്യും. ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് ഇപ്പോഴും ഡ്യൂപ്പ് ചെയ്തത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോവാ? ശരി. മാസ്റ്റർ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാൻ പറ്റില്ല. എന്നുവെച്ചാ ഒരു കാലഘട്ടത്തിൽ മാസ്റ്റർ കൂടെയായിരുന്നു ഞാൻ ഈ സിനിമ മൊത്തം കണ്ടത്, ഈ ആൾക്കാരെ പരിചയപ്പെട്ടതും. എന്നെ ഇപ്പോൾ ഓരോ ക്യാരക്ടറിന് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും മാസ്റ്റർ കൂടെ ഓരോ ലൊക്കേഷൻ കയറി ഇറങ്ങിയത് കൊണ്ടാണ്. ഓരോ ഡ്യൂപ്പ് ചെയ്യാൻ വേണ്ടി പോയി അവിടെ നിന്ന് പരിചയപ്പെട്ട ഓരോ ചേട്ടന്മാർ ഓരോ വർക്ക് വരുമ്പോൾ, സുമ അങ്ങനെ ഒരു വർക്കുണ്ട്, ചെറിയ ക്യാരക്ടറാണ്, വന്ന് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ചെറുതായാലും ചെറുത് വലുതെന്നില്ല, ക്യാരക്ടറാണോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, എന്നാലല്ലേ അടുത്തൊരു മൂവി. സിനിമയ്ക്ക് ഞാനിപ്പോ ഒരു സിനിമ നിർമ്മിക്കാൻ പോവാണ്. അപ്പൊ സംവിധാനം എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പൊ നിർമ്മിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ സുമയെ വിളിക്കുകയാണ്. അപ്പൊ സുമ ചോദിക്കുമോ എന്ത് വേഷമാണ്, മുഴുനീള വേഷമാണോ അതോ മുറിഞ്ഞു വന്ന വേഷമാണോ, അങ്ങനെ ചോദിക്കുമോ? അങ്ങനെ ചോദിക്കില്ല. എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒറ്റ സീനാണെങ്കിൽ പോലും അതിന് പറ്റുന്ന എന്തെങ്കിലും സീനാണെങ്കിൽ ഞാൻ ചെയ്യാം. ഒരുപാട് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും സുമ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചെയ്യാൻ വേണമെന്നുള്ളേ ഉള്ളൂ. ഈ സീനിന്റെ നീളമല്ല പ്രധാനം അല്ലേ, എത്ര സീൻസ് അഭിനയിച്ചു എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഡെപ്ത് അനുസരിച്ചായിരിക്കും അടുത്തൊരു പടം എനിക്ക് കിട്ടുന്നത്. എൻ്റെ പെർഫോമൻസ് എനിക്ക് അവിടെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തൊരു മൂവി വരെ ആ കുട്ടി കുഴപ്പമില്ല, നന്നായി ചെയ്യുന്നുണ്ടല്ലോ, ചെറുതാണെങ്കിലും എന്ന് പറയില്ലേ.